മത്സരത്തിനായി വാദ്യോപകരണങ്ങളെല്ലാം തിരക്കിലാണെങ്കിൽ പരിശീലനത്തിന് എന്തു ചെയ്യും? പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുമ്പോഴാണല്ലോ അതിനൊരു ത്രില്ലുണ്ടാകുക. സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്ത മത്സരത്തിനെത്തിയ പത്തനംതിട്ട ടീം അതിനൊരു പരിഹാരം കണ്ടെത്തി. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. വല്ലഭന് പുല്ലുമായി ഇതെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ കലോത്സവ വേദിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു പ്രാക്ടീസിങ് കാഴ്ചയാണ് കാണുന്നത്. പത്തനംതിട്ട എന്ന് പറഞ്ഞ പിള്ളേരാണേ. ഈ മുളയെ തട്ടി താളം പിടിക്കാനുള്ള ഐഡിയ എവിടെ നിന്ന് കിട്ടി? ഇവൻ്റെ ഐഡിയ മുളയെ തട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇതില്ലാത്തതുകൊണ്ട് മുളയിൽ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ തുടി കൊട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ മുള കൊട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താ? എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ നോക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ പറയാൻ. ഇവിടെ തേക്കിൻകാട് മൈതാനത്ത് വന്നുകൊണ്ട് നല്ലൊരു മുള കിട്ടില്ലേ? നല്ലൊരു സ്പേസ് കിട്ടി. ശബ്ദം വേണ്ടേ? അപ്പൊ കൊട്ടാൻ വേണ്ടി അതേ ഉള്ള വഴി. അപ്പൊ അതിനായിട്ട് അവന്മാർ അവിടെ കൊട്ടുന്നു. ആരെ ഈ ഐഡിയ? ഇവന്മാരുടെ ഐഡിയ. നിങ്ങൾ സ്കൂളിലെങ്ങനെ കൊട്ടിയിരുന്നൊക്കെ? സ്കൂളില് ഇങ്ങളെ പഠിപ്പിക്കുന്ന ആശാൻ വരുമ്പോൾ ഇത് തുടി കൊണ്ടുവരും. അല്ലാത്തപ്പോൾ മുളയിലും ബെഞ്ചയിലും ഒക്കെ കൊട്ടിപ്പോയ അങ്ങനെയൊക്കെ. ഇവിടെ വന്നപ്പോൾ നല്ലൊരു മുള കിട്ടി. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കി, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഒന്നും കൊട്ടാനൊന്നും. അപ്പോൾ പിന്നെ മുളയാൻ വെച്ച സൗണ്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതോടെ യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലോത്സവം സാധ്യതകളുടെ കൂടി കലയാണ്. ഇല്ലായ്മയിൽ നിന്നല്ല, എല്ലായിടത്തുനിന്നും നമുക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് പത്തനംതിട്ട എന്നുള്ള ടീം. ഏതായാലും ഇവർ ഈ മുളയെ കൊട്ടിയല്ലേ, ഇതിന് ഉഷാറായി തന്നെ ഇവർക്ക് സ്റ്റേജിലും കളിക്കാൻ കഴിയട്ടെ തന്നെ ആശംസിക്കുന്നു. ക്യാമറമാൻ സന്തോഷിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, തൃശ്ശൂർ.